ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ ചില്ലി പനീർ തയ്യാറാക്കിയാലോ? ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒട്ടും തന്നെ സമയം കളയാതെ ചില്ലി പനീർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് പനീർ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. കുറച്ച് ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാതെ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പനീർ ക്യൂബ്സ് ഇട്ട് കൊടുക്കണം. 250 ഗ്രാം പനീറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ് ഞാൻ പനീർ കട്ട് ചെയ്തെടുത്തത്. ഇനി എല്ലാ പനീർ ക്യൂബ്സും ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എടുത്തു വെച്ച എല്ലാ പനീർ ക്യൂബ്സും ഈ കോൺഫ്ലവർ മിക്സിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ചൂടായ എണ്ണയിലേക്ക് നമുക്കിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെജിറ്റബിൾ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിത് ഡീപ് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാൻ ഷാലോ ഫ്രൈ ആണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഇനി ഇതൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കളർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് എടുത്ത് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ പനീർ ക്യൂബ്സും ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ചില്ലി പനീറിൻ്റെ ബാക്കി പ്രിപ്പറേഷനും ഇതേ പാനിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പനീർ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ നിന്നും കുറച്ച് ഞാൻ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് ഇപ്പോൾ ചേർത്തത്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചിയും കൂടെ ചേർക്കാം. ഇത് വഴറ്റി ബ്രൗൺ ഷെയ്ഡൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. 2 പച്ചമുളകും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. 1 സവാളയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. സവാളയും കൂടുതൽ വഴറ്റേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇനി ഒരു ക്യാപ്സിക്കം കൂടി ഇതിലേക്ക് ചേർക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി പനീർ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്ന അതേ കളറിലും അതേ രുചിയിലും നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ സവാളയും ക്യാപ്സിക്കവും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പോർഷനാണ് ഇപ്പോൾ ചേർത്തത്. അതുകൂടി ഒന്ന് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഇപ്പോൾ ചേർത്തത്. ഡാർക്ക് സോയാ സോസ് ഉപയോഗിക്കുന്നതായിരിക്കും ചില്ലി പനീറിന് നല്ലത്. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ നിറയെ ടൊമാറ്റോ സോസുമാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചില്ലി പനീറിൻ്റെ ആ ശരിക്കുള്ള കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡാർക്ക് സോയാ സോസ് തന്നെ ഉപയോഗിക്കണം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. സോയാ സോസിൽ അല്പം ഉപ്പുണ്ടാവും, അതുകൊണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പനീർ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ മിക്സ് ചേർക്കാനുണ്ട്.
അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആദ്യം പനീർ ക്യൂബ്സ് ഈ സവാളയും ക്യാപ്സിക്കവും ഒക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷമാണ് ഇതിലേക്ക് കോൺഫ്ലവർ മിക്സ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാതെ ഇത് മിക്സ് ചെയ്തെടുക്കണം. ഈ കോൺഫ്ലവർ മിക്സ് പനീറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ കോൺഫ്ലവർ മിക്സ് പനീറിലേക്ക് ചേർക്കുന്ന സമയത്ത് ക്യാമറ ഓഫായിപ്പോയി, അതുകൊണ്ടത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കോൺഫ്ലവർ മിക്സ് പനീറിൽ ചേർത്ത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അവസാനമായിട്ട് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷൻ കൂടി ചേർത്ത് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പനീറിൻ്റെ മറ്റു റെസിപ്പികളും ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പനീർ ബട്ടർ മസാലയുടെയും മട്ടർ പനീറിൻ്റെയും പനീർ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളതിൻ്റെയും വീഡിയോ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ആ വീഡിയോ ഒന്ന് കാണുക. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.